So mark your attendance now. All of you mark your attendance. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം, മറന്നു പോകരുത്. So listen, we are going to discuss our first semester examination questions. Okay, so നമുക്ക് പെട്ടെന്ന് അതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് എന്തൊക്കെയാണ്, എല്ലാവരും നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്, ആർക്കും അങ്ങനെ വലിയ മിസ്റ്റേക്ക് ഒന്നും പറ്റിയിട്ടില്ല. എന്നാലും നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം അല്ലെ. നമ്പേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ numbers is the first question. 5 marks in the questions ആണ്, 5 questions ആണ് അവിടെ ഉള്ളതും. So identify the numbers. Numbers എഴുതാനാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കണേ എല്ലാവരും. 2 10s and 5 1s. How to convert this to numbers? ഇത് വേർഡ്സിലാണ് തന്നിട്ടുള്ളത്. ഇതിനെ നമ്മൾ നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ. 2 10s and 5 1s. What is this? Gauri Nanda, which number is this? 2 10s and 5 1s. Yes, 25. Okay, 25 ആണ് അല്ലേ. 2 10s, 2 10s means 20. 5 1s is 5. 20 plus 5 is equal to 25. So it is 25. And then number 2, 1 10 and 3 1s. 1 10 and 3 1s. What is the answer, Angel? Which number is this? 1 10 and 3 1s, Angel. 13. 1 10 and 3 1s. 1 10 is equal to 1 10 means 10 and 3 1s is 3. So 10 plus 3 is equal to 13. Okay. Then 2 10s and 0 1s. 2 10s and 0 1s. Which number is this, Naseem? 2 10s and 0 1s. 2 10s. Naseem? Unmute ചെയ്ത് Naseem. എന്താണ് 2 10 and 0 1? 20. Okay, it is 20. Then ഇത് കുറച്ചു പേരൊക്കെ തെറ്റിച്ചിട്ടുണ്ട് കേട്ടോ. ശ്രദ്ധിക്കാതെ എഴുതിയിട്ടോ മറ്റോ ആണ്. വളരെ കുറച്ച് പേര്, 1 or 2 പേര്. മിസ് ആരൊക്കെയാണ് എന്നുള്ളത് മിസ് ഇപ്പൊ ഓർക്കുന്നില്ല. കുറച്ചു പേര് അതൊക്കെ തെറ്റിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. Then fourth one, 1 10s and 8 1s. 1 10s and 8 1s. 1 10 and 8 1s. എന്താണ് ആൻസർ ഋതുദേവേ? 1 8 18. Yes, 1 8 18. Okay, 1 10 is equal to 10. 1 10 means 10 and 8 1s is 8 1 means 8. That means 18. 10 plus 8 is equal to 18. Then 1 10 and 0 1s. 1 10 and 0 1s. എന്താ മോളെ ആൻസർ? അമ്ന, ഏതാ ആൻസർ? 1 10 and 0 1. ഏത് നമ്പർ ആണത്? ഏതാണ്? 10. Okay, 10. The next one, draw abacus for the following numbers. അതെല്ലാവരും ചെയ്തിട്ടുണ്ട് കേട്ടോ. അബാക്കസ് എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ വരച്ചിട്ടുണ്ട്. ആരും അതില് തെറ്റിച്ചിട്ടൊന്നുമില്ല. അലോൺ, ഇവിടെ ശ്രദ്ധിക്കണേ. അലോൺ, എന്താണ് അവിടെ? So draw abacus for the following numbers. 15 24 12. ഈ നമ്പേഴ്സിന്റെ അബാക്കസ് വരക്കാനാണ്. എല്ലാവരും അത് ചെയ്തിട്ടുണ്ട്. മുഴുവൻ പേരും അബാക്കസ് നന്നായി ചെയ്തിട്ടുണ്ട്. ആരും അതിൽ മിസ്റ്റേക്ക് വരുത്തിയിട്ടില്ല. സോ ദാറ്റ് ഈസ് അബാക്കസിൻ്റെത്. നെക്സ്റ്റ് വൺ ആണ് എല്ലാവരും തെറ്റിച്ചിട്ടുള്ളത് എന്നല്ല, ആൻസർ ബേസ് നോക്കുമ്പോൾ കറക്റ്റ് ആൻസർ ആണ്. പക്ഷെ മിസ് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ എഴുതിയിട്ടുള്ള ആൻസർ തെറ്റുമാണ്. പക്ഷെ മിസ് അതിന് നിങ്ങൾക്ക് ആർക്കും മാർക്ക് കുറച്ചിട്ടൊന്നുമില്ല, കറക്റ്റ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. കുറെ പേരൊക്കെ ശരിയാക്കി എഴുതിയിട്ടുണ്ട് കേട്ടോ. കുറെ പേര് കറക്റ്റ് തന്നെ എഴുതിയിട്ടുള്ളത്, എന്നാൽ കുറെ പേരൊക്കെ തെറ്റിച്ചിട്ടുമുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുള്ള അതേ ബേസിൽ നിങ്ങൾ എഴുതി വന്നെയാണ് തോന്നുന്നു അല്ലെ.
ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉപയോഗിച്ച് എഴുതാനാണ് മിസ് പറഞ്ഞിട്ടുള്ളത്. ലിസൺ ഹിയർ. റൈറ്റ് ദ ഫോളോയിങ് നമ്പേഴ്സ് യൂസിങ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ. ഓക്കെ, പക്ഷെ എല്ലാവരും എഴുതിയിട്ടുള്ളത് ഏതാണ്? ലെസ് ദാൻ സിമ്പിൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ 3 and 6 എന്ന് തന്നിട്ടുള്ള നമ്പേഴ്സിന്റെ ഇടയിൽ നിങ്ങൾ ലെസ് ദാൻ സിമ്പിൾ യൂസ് ചെയ്തു. മനസ്സിലായോ അതെങ്ങനെയാണെന്ന്? ഒന്ന് നോക്കാം. ലിസൺ. Here I am given two numbers 3 and 6, and I am told you write these numbers and write these numbers using greater than symbol. Which is greater than symbol? ഏതാണ് greater than symbol? ഏതാണ്? രണ്ട് സിമ്പലും ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രേറ്റർ ദാൻ സിമ്പൽ യൂസ് ചെയ്ത് എഴുതാണ് വേണ്ടത്. ഇതിൽ ഏതാണ് ഗ്രേറ്റർ ദാൻ സിമ്പൽ? ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് വൺ ആണോ? മിസ് ഇവിടെ എഴുതിയിട്ടുള്ളതിൽ ഏതാണ് ഗ്രേറ്റർ ദാൻ സിമ്പൽ? ഈ രണ്ട് സിമ്പൽ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ. വെയിറ്റ്. Okay, ഇതിൽ ഏതാണ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ? ഫസ്റ്റ് വൺ ഓർ സെക്കൻഡ് വൺ? ഓക്കെ ഭവിക, ഇതിൽ ഏതാണ് മോളെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ? രണ്ട് സിമ്പിൾ ഉണ്ട്. ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് വൺ ആണോ? ആദ്യത്തെ ആണോ രണ്ടാമത്തെ ആണോ ഗ്രേറ്റർ ദാൻ സിമ്പിൾ? എങ്ങനെയാണ്? ആണ്, പക്ഷേ വലിയ സംഖ്യയിലേക്ക് വായ തുറന്ന് വെച്ചിട്ടുള്ളതാണ് എന്ത്? ഗ്രേറ്റർ ദാൻ സിമ്പിൾ അല്ലേ? ഇതിന്റെ എന്താണ്? അതിന്റെ ആ ഭാഗം എവിടേക്ക് വേണം? വലിയ നമ്പറിലേക്ക് വേണം. അതാണ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ. പക്ഷെ നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുള്ളത് ഇവിടെ 3 എന്ന് എഴുതി. അപ്പൊ നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ള സിമ്പിൾ ഏതാണ്? ലെസ് ദാൻ സിമ്പിൾ ആണ് എല്ലാവരും കൊടുത്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് നിങ്ങൾ പഠിച്ച ബേസിൽ അത് ശരിയാണ്. ഇവിടെ ലെസ് ദാൻ, നിങ്ങൾ ഇവിടെ ലെസ് ദാൻ സിമ്പിൾ കൊടുത്തു, എന്നിട്ട് 6 എഴുതി. ഇപ്പൊ 3 ലെസ് ദാൻ 6 എന്നാണ് വായിക്കുക അല്ലെ? ഇത് 3 ലെസ് ദാൻ 6 ആണ്. 6-നേക്കാൾ ചെറുതാണ് 3. മനസ്സിലായോ നിങ്ങൾക്ക്? സോ ഇവിടെയുള്ള സിമ്പിൾ ഏതാണ്? ലെസ് ദാൻ സിമ്പിൾ ആണ്. പക്ഷേ മിസ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഈ നമ്പേഴ്സിനെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ വെച്ചിട്ട് അറേഞ്ച് ചെയ്യാനാണ്. സോ നിങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുള്ളവർക്കും മിസ് മാർക്ക് തന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ആരുടെയും മാർക്ക് മിസ് കുറച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി മിസ് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചതുപോലെ നിങ്ങൾ എഴുതി, കറക്റ്റ് ആണ് സംഭവം. നിങ്ങൾ എഴുതിയിട്ടുള്ളത് കറക്റ്റ് ആണ്. പക്ഷെ മിസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇവിടെ യൂസ് ചെയ്യാ ഈ നമ്പേഴ്സിന്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? 6 ബിഗ്ഗർ നമ്പർ ആദ്യം എഴുതി അല്ലേ? അതിലേക്ക് നമ്മൾ ഗ്രേറ്റർ ദാൻ സൈൻ യൂസ് ചെയ്തു. ഗ്രേറ്റർ ദാൻ കണ്ടോ? വലിയ നമ്പേഴ്സിലേക്ക് വായ തുറന്നു. ദെൻ 3. 6 ഈസ് ഗ്രേറ്റർ ദാൻ 3. 3-നേക്കാൾ വലുതാണ് എന്ത്? 6. ഇങ്ങനെയാണ് മിസ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ യൂസ് ചെയ്ത് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എല്ലാവരും ലെസ് ദാൻ സിമ്പിൾ വെച്ചിട്ട് എഴുതി. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള സിമ്പിൾ നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണ്. മനസ്സിലായോ? നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണ്, അതിൽ മിസ്റ്റേക്ക് ഇല്ല. പക്ഷെ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ എഴുതിയിട്ടുള്ള ആൻസർ തെറ്റാണ്. പക്ഷെ നിങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡേ ആയിട്ടുള്ളൂ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിനനുസരിച്ച് എഴുതാൻ ഉള്ളതായിട്ടില്ല. അതുകൊണ്ട് മിസ് എന്ത് ചെയ്തിട്ടുണ്ട്? പക്ഷെ കുറെ പേരൊക്കെ എഴുതിയിട്ടുമുണ്ട്. കുറെ പേര് കറക്റ്റ് ആയിട്ട് 6 ഗ്രേറ്റർ ദാൻ 3 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ 3 ലെസ് ദാൻ 6 എന്ന് എഴുതിയാലും 6 ഗ്രേറ്റർ ദാൻ
3 എന്ന് എഴുതിയാലും മിസ് അതിന് മാർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാർക്കിൽ മിസ് കുറവൊന്നും വരുത്തിയിട്ടില്ല ആരുടെയും. നിങ്ങൾക്ക് അതിപ്പോ മനസ്സിലാകാൻ വേണ്ടി മിസ് പറഞ്ഞേ ഉള്ളൂ. മിസ് ഈ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യാൻ ജസ്റ്റ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യനിലെങ്കിൽ നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണ്. പക്ഷെ മിസ് അവിടെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ യൂസ് ചെയ്ത് എഴുതുക എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മള് 6 ഗ്രേറ്റർ ദാൻ 3 എന്നായിരുന്നു എഴുതേണ്ടത്. കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്കത് മനസ്സിലാകാറായിട്ടില്ല എന്ന് തോന്നുന്നു മിസ്സിന്. അതുകൊണ്ടാണ് മിസ് നിങ്ങൾ 3 ലെസ് ദാൻ 6 എന്ന് എഴുതിയാലും 6 ഗ്രേറ്റർ ദാൻ 3 എന്ന് എഴുതിയാലും ഒക്കെ കറക്റ്റ് മാർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? Okay, then we are going to study about subtracting the number before. Okay, number before ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം പേജ് നമ്പർ 111. Okay, subtracting a number from itself ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് അല്ലേ. ഇനി subtracting the number before ആണ് നമുക്ക് പഠിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് vertical subtraction. Okay, then take your textbook, page number 111, 111. Subtracting the number before. Okay, we already studied about subtracting 0 and subtracting 1 and subtracting the number itself, and then we are going to study about subtracting the number before. Okay, a number before. Okay, then ഒരു നമ്പറിന്റെ തൊട്ട് മുൻപേ ഉള്ള നമ്പറിനെ സബ്ട്രാക്ട് ചെയ്താൽ ആൻസർ എത്ര കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ. അതിനു മുമ്പേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് സബ്ട്രാക്ടിങ് എ നമ്പർ ഫ്രം itself. A number from itself. Listen. നോക്കാം. നമ്മൾ അതിന് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് സബ്ട്രാക്ടിങ് എ നമ്പർ ഇറ്റ്സെൽഫ് ആണ്. Then now we are going to study about subtracting a number before. Then അതിനു മുമ്പേ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുള്ളത് a number. That means, listen, that means 5. Okay, 5. Then we subtract a number itself. ഇതേ നമ്പർ തന്നെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്ന മെത്തേഡ് ആണ് നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചത് അല്ലേ. 5 - 5 is equal to 0. 0 അല്ലേ. 0 ആണ് ആൻസർ നമുക്ക് കിട്ടുക. That means when you subtract a number itself, we get 0 is the answer. When we subtract a number itself, ഒരു നമ്പറിൽ നിന്ന് ആ നമ്പർ തന്നെ നമ്മൾ റെഡ്യൂസ് ചെയ്താൽ, ആ നമ്പർ തന്നെ നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുക? We always get answer is 0. Okay, we always get 0 when you subtract a number itself. 5 - 5 is equal to 0. 3 - 3 is equal to 0. 2 - 2 is equal to 0. 1 - 1 is equal to 0. 6 - 6 is equal to 0. ഈ ആൻസർ ആണ് നമുക്ക് കിട്ടുക അല്ലെ. എപ്പോഴും നമ്മൾ ഒരു നമ്പറിൽ നിന്ന് സെയിം നമ്പർ തന്നെ കുറച്ച് കഴിയുമ്പോൾ 0 ആണ് കിട്ടുക. എപ്പോഴും എക്സാമിനായാലും എവിടെ ആയാലും ഒരു നമ്പറിൽ നിന്ന് then 10 - 10 എന്നാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ എന്ത് കൊടുക്കണം? 0 അല്ലെ. ഏത് നമ്പറും ആ നമ്പർ തന്നെയാണ് റെഡ്യൂസ് ചെയ്യാൻ സബ്ട്രാക്ട് ചെയ്യാൻ തന്നിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യാ? 0 ആയിരിക്കും ആൻസർ കിട്ടുക. then നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സബ്ട്രാക്ടിങ് എ നമ്പർ ബിഫോർ. ഓക്കെ, then നമുക്ക് ഈ 5 വെച്ചിട്ട് തന്നെ നോക്കാം. 5. Okay, here is 5. Then we are going to subtracting a number before 5, the previous number. Okay, 5ന് തൊട്ട് മുൻപേ ഉള്ള നമ്പർ ആണ് നമ്മൾ ഇതിൽ നിന്ന് റെഡ്യൂസ് ചെയ്യേണ്ടത്, സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത് അല്ലേ. സബ്ട്രാക്ടിങ് ദ നമ്പർ ബിഫോർ. ആൻഡ് which is the number before 5? Which is the number before 5? ലക്ഷ്മി ഏതാണ് മോളെ? 5ന് മുൻപേ ഉള്ള നമ്പർ ഏതാണ്?
ഫൈവിന് മുമ്പേ നമ്പർ ഏതാണ്? 4. ഓക്കെ, 4. 5ന് മുമ്പേ ഉള്ള നമ്പർ 4 ആണ് അല്ലേ? സോ വി വോണ്ട് ടു സബ്ട്രാക്ട് 4 ഫ്രം 5. 4. സോ വി ഗെറ്റ് ഏത് ആൻസർ ആണ് നമുക്ക് കിട്ടുക? 5 minus 4. എത്രയാണ് ആൻസർ? എത്രയാണ്? 5 minus 4. എത്രയാ മോളെ അഫ്രീൻ? 1. So we get 1. The next one നോക്കാം. The next number is 6 and we want to subtract the number before 6. And which is the number before 6? ഏതാണ് മോളെ പാർവണ 6ന് മുന്നേ ഉള്ള നമ്പർ? 5. So we want to subtract 5. 6 minus 5 is equal to ഏതാണ്? എത്രയാണ് ആൻസർ വരിക? എത്രയാണ് ആൻസർ വരിക മോളെ പാർവണ? 1. ഓക്കെ, സോ 1 ആണ് ആൻസർ അല്ലേ? ദെൻ അതുപോലെ നെക്സ്റ്റ് നമ്പർ 7 ആണ് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് വിച്ച് ഇസ് ദ നമ്പർ ബിഫോർ 7? ഏതാണ് അർജുൻ? 7ന് മുമ്പേ ഉള്ള നമ്പർ ഏതാണ്? ഏതാണ് അർജുനെ? 7ന് തൊട്ട് 0 എങ്ങനെയാ വരിക? 7ന് തൊട്ട് മുമ്പുള്ള നമ്പർ ഏതാണ്? 7 എണ്ണുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ ഏതാ എണ്ണ? 6. അപ്പൊ തൊട്ട് മുൻപേ ഉള്ള നമ്പർ ചോദിച്ചാല് അങ്ങനെയാണ് പറയേണ്ടത് അല്ലേ? 1 2 3 4 5 6 കഴിഞ്ഞിട്ടല്ലേ 7 വരുന്നത്. അപ്പൊ 7ന് തൊട്ട് മുൻപുള്ള നമ്പർ 6 ആണ്. ആൻഡ് 7 minus 6 is equal to ഏത് നമ്പർ ആണ് നമുക്ക് കിട്ടുക? അർജുനെ, അർജുൻ പോയോ? 1 നോക്കാം അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്താ മനസ്സിലാവുന്നേ? അർജുനെ മ്യൂട്ട് ചെയ്തേ മോനെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായേ? ഏത് നമ്പറിൽ നിന്ന് നമ്മള് ബിഫോർ ഉള്ള നമ്പർ സബ്ട്രാക്ട് ചെയ്താല് നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുക? ഓൾവേസ് വി ഗെറ്റ് 1. എപ്പോഴും നമുക്ക് 1 തന്നെയാണ് കിട്ടുക. മീൻസ് നമ്മൾ തൊട്ട് നേരത്തെ പറഞ്ഞു വി സബ്ട്രാക്ട് എ നമ്പർ ഫ്രം ഇറ്റ്സെൽഫ് വി ഗെറ്റ് 0. വെൻ വി സബ്ട്രാക്ട് ദ നമ്പർ ബിഫോർ വി ഗെറ്റ് 1. ഓക്കെ, if you subtract the number before from a number, the answer will be 1 always. എപ്പോഴും ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? എപ്പോഴും ഇതിന്റെ ആൻസർ 1 ആണ് വരിക. ഏത് നമ്പറിൽ നിന്ന് അതിന്റെ ബിഫോർ ഉള്ള നമ്പർ, അതിന്റെ മുമ്പുള്ള നമ്പർ നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എപ്പോഴും 1 ആണ് കിട്ടുക. ഓക്കെ, സോ ഇവിടെ കുറെ തന്നിട്ടുണ്ടല്ലേ, നമുക്ക് ചെയ്യാൻ വേണ്ടി കുറെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. 6 minus 5 is equal to 1. 4 minus 3 is equal to 1. 2 minus 1 is equal to 1. ദെൻ അതിന്റെ താഴെ കുറെ എണ്ണം നമുക്ക് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. മീൻസ് ഓരോരുത്തരോടായിട്ട് ചോദിക്കാം. ഓരോരുത്തരായി അതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ദെൻ അബ്ദുൽ ഹാദി 1 minus 0. 1 minus 0 അവിടെ കൊടുത്തിട്ടുണ്ട്. 1 minus 0 1. ഓക്കെ, ദെൻ അവേദ്യ 2 minus 1. 2 minus 1. 2 minus 1 1. I told you we always get നമുക്ക് ഒരു നമ്പർ തന്നെയാണ് കിട്ടുക. അത് ഏത് നമ്പർ ആണ്? 3 minus 2. അഫ്രീൻ 3 minus 2. 1. അവിടെ എഴുതി വെക്കണം കേട്ടോ, സ്പേസിൽ അവിടെ എഴുതുക ആൻസറേ.
4 minus 3. Okay. 4 minus 3, Asap. 4 minus 3. 1. Then Christo. 5 minus 4. 1. 1. Then 6 minus 5, Jeswell. 5. 6 6 minus minus 5. 5. ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. 6 minus 5. 1. ഓക്കെ. നമുക്ക് എപ്പോഴും ഏത് ആൻസർ ആണ് കിട്ടുക? 1 ആണ് കിട്ടുക. Then 7 minus 6. Alon, 7 minus 6. 1. Okay. Then 8 minus 7, Bhavika. 8 minus 7. 1. Then 9 minus 8, Priyanka. 9 minus 8. 9 minus 8. 9 minus 8. 1. Oh, 1. Okay, 1. 9 minus 8 is equal to 1. അത്രയും എന്ത് ചെയ്യാ? അവിടെ എഴുതി വെക്കുക ആൻസർ. സോ നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ടത് വെർട്ടിക്കൽ സബ്ട്രാക്ഷൻ ആണ്. വെർട്ടിക്കൽ സബ്ട്രാക്ഷൻ ആണ് ഇനി നമ്മൾ എടുക്കാനുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇതുവരെയുള്ള സബ്ട്രാക്ടിങ് 0 മുതൽ സബ്ട്രാക്ടിങ് ദ നമ്പർ ബിഫോർ വരെ ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടില്ലാത്തവർ മുഴുവൻ അതെല്ലാവരും ഫിനിഷ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വെർട്ടിക്കൽ സബ്ട്രാക്ഷൻ ആണ്. നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിയിട്ട് വരിക. നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ അത് പറയാം. ഓക്കെ, ദെൻ മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ദെൻ ടാറ്റാ. അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുള്ളവരൊക്കെ ഒന്ന് ചെയ്തേ. എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. എന്നാലും ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അറ്റൻഡൻസ് ഒന്ന് മാർക്ക് ചെയ്യാം. Okay, then bye. Okay, bye.